ലക്ഷറി എന്നാണ് നമ്മുടെ ഓണറിന്റെ ഷംനാഥന്റെ അതേ പേരുള്ള. ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റുമോ? ഇത് ഡെയിലി യൂസിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഡെയിലി പൈപ്പ് വളയാണ്. ഇതിന്റെ മേക്കിംഗ് ചാർജ് ഇതൊക്കെ ഒരു പവനാ? ഹാൻഡിക്കാണ് സ്വർണം തന്നെ അല്ല? അപ്പൊ ഇതിനൊക്കെ മേക്കിംഗ് ചാർജ് എത്ര വരിക? ഇതിന് ചോദിക്കാം. നിങ്ങളെ ഓണർ പേരാണല്ലോ. നിങ്ങളെ ഓണർ ഇപ്പൊ ഇവിടെ ഇല്ലേ? അവരിപ്പോ ഗൾഫിലാ. ആ ദുബായില് വീഡിയോ കാണാം. മൈക്കൊന്നുമില്ല. ഞാൻ അത്രയല്ലേ സെറ്റപ്പ് ഒന്നല്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഞാൻ സ്പീക്കറിൽ സംസാരിക്കും. മൈക്കൊന്നുമില്ല. സ്പീക്കർ ഫോണിന്റെ സ്പീക്കറിൽ സംസാരിക്കും, അല്ലാതെ മൈക്കൊന്നുമില്ല. വോയിസ് നല്ല ക്ലിയർ ആവൂലേ? ഓഫർ പ്രൈസിലല്ലേ? 45-ന്. ഒരു ബോട്ടിൽ 45 രൂപ. ഹായ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മൾ പോണത് ഈ ഒരു ബാങ്കിളതാ ഇതൊന്ന് ചേഞ്ച് ചെയ്യാനാണ്, ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ കാലിക്കറ്റ് ലുലുലുണ്ടല്ലോ നക്ഷത്ര, അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ, ഷാനുസില്ലേ അവന് സ്കൂളിൽ പോയതാണ്. സാധാരണക്കാരുടെ ജ്വല്ലറിയാണ് കേട്ടോ നക്ഷത്ര. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ലുലുലാണല്ലോ, ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. വലിയ തിരക്കൊന്നുമില്ലല്ലോ മുകളിൽ. നമ്മളൊരു 10:15 ആയിട്ടുണ്ട് ടൈം, അതുകൊണ്ടായിരിക്കും രാവിലത്തെ ആ ഒരു ടൈം ആയതുകൊണ്ടാവും വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് നക്ഷത്ര. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യണം. ദുബായിലെ നക്ഷത്ര ഇനാഗുറേഷൻ്റെ ആ ഒരു ടൈമിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ്. 1 month ആയി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. അപ്പം നമ്മൾ നക്ഷത്ര ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. എൻ്റെ അടുത്തുള്ള ഈ ഒരു ബാംഗിൾസിൻ്റെ വെയിറ്റ് 1 പവനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് കേട്ടോ. ഞാനില്ലേ ഒരുപാട് ആഗ്രഹിച്ച് നക്ഷത്ര നമ്മളെ കാലിക്കറ്റ് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഞാൻ മെസ്സേജൊക്കെ ഇൻസ്റ്റയിൽ അയക്കാറുണ്ടായിരുന്നു കേട്ടോ ഷംനക്ക്. അവിടെ ദുബായിൽ ഇനാഗ്രേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ആളില്ല കേട്ടോ. കാലിക്കറ്റ് ജ്വല്ലറിയിൽ ഇപ്പോൾ ആളില്ല, അവിടെ ദുബായിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നേ. കാരണം നമ്മൾ സാധാരണക്കാർ ജ്വല്ലറിയാണ്, സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ള ജ്വല്ലറിയാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ജ്വല്ലറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ കൂലി കുറവില്ലേ, പണിക്കൂലി കുറവില്ലേ എവിടുന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളത്. അത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ജ്വല്ലറിയാണ് കാലിക്കറ്റ് നക്ഷത്ര. ഈ വളക്ക് എന്താ പറയുക? പിരിവള. ഇതിന്റെ വേറെ മോഡൽ ഉണ്ടോ? ഉണ്ടല്ലോ അടുത്തുണ്ടല്ലോ. ഞാൻ എൻ്റെ അടുത്തുള്ള ആ ഒരു ബാങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ഒരു 1.25 1.5 പവന് അങ്ങനെ എടുക്കുക. എൻ്റെ അടുത്തുള്ളത് 1 പവനാണ്. അപ്പോൾ 1 പവൻ്റെതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇഷ്ടപ്പെട്ടത് അങ്ങനെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ ഉമ്മക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് ആ ഒരു ബാങ്കിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അതിന് 2 ഭാഗം ഷാർപ്പാണ് വരുന്നത്. അപ്പോൾ ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ മുറിവോ അല്ല ഡെയിലി യൂസ് ചെയ്യാൻ റിസ്ക്കാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് മാറ്റി വാങ്ങാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ ഉമ്മക്ക് ഇഷ്ടമില്ല കേട്ടോ ഞാൻ മാറ്റിക്കുന്നത്. അതാണ് ഉമ്മ ഇങ്ങനെ ഓരോന്ന് അതിപ്പോൾ മാറ്റിക്കണോ, അതിൻ്റെ ഇടയ്ക്കൊക്കെ സംസാരമുണ്ട്. എന്നോടിങ്ങനെ ചോദിക്കും ഇത് മാറ്റിക്കണോ, അത് മാറ്റി വാങ്ങണോ, പിന്നെ വാങ്ങിച്ചാൽ പോരെ. ഈ ഒരു ബാംഗിൾസ് മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഉമ്മ ബാക്കോട്ട് നിൽക്കുന്നത്. ഇതധികം യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനെ ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂലി വെറുതെ വേസ്റ്റ് ആവുമല്ലോ, ഇത് ഒന്നുകൂടിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ മാറ്റിച്ചാൽ മതിയല്ലോ എന്നാണ് കേട്ടോ ഉമ്മ പറയുന്നത്. ബാംഗിൾസിന് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാടൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ബാംഗിൾസ് ഉണ്ട്, നല്ല നല്ല വെറൈറ്റി മോഡലിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ വരുന്നത് 1.5 പവന് 2 പവന് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് 2 പവനാണ്. ഇതാ കാണുന്നതൊക്കെ 1.5 പവനാണ്. ഈ കാണുന്ന ഈ ഒരു ബാംഗിൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1.25 കേട്ടോ. കറക്റ്റ് 1.25. നിങ്ങളെ ഓണറുടെ പേരാണല്ലോ. നിങ്ങളെ ഓണർ ഇപ്പൊ ഇവിടെ ഇല്ലേ? അവരിപ്പോ ഗൾഫിലാ. ആ ദുബായില് വീഡിയോ കാണാം. ഇപ്പൊ എത്ര വെയിറ്റ് പറഞ്ഞേ? ഇതിനാ ഇത് 1.25. 1.25 10 ഗ്രാം 1.25 1/2 ഗ്രാം കൂടി. ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റുമോ? ഇത് ഡെയിലി യൂസിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഡെയിലി പൈപ്പ് വളയാണ്, സംഭവം പൈപ്പാണ്, എന്നാലും
ഡെയിലി യൂസ് തന്നെ കൊണ്ടുപോകണം ആൾക്കാർക്ക്. കുഴപ്പമൊന്നും കംപ്ലൈൻറ്റ് വരാം. ഇടിക്കുക തട്ടുകയൊന്നും വല്ലാതെ ചെയ്യാറുണ്ടാവും. എത്ര നിങ്ങൾ ഇതിൻ്റെ മേക്കിംഗ് ചാർജ്? അതിൻ്റെ ലാസ്റ്റ് ഫൈനലും ചോദിച്ചിട്ടുണ്ട്, മാറ്റിയെടുക്കാനല്ല. സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ നക്ഷത്ര. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവർ വെഡ്ഡിങ് സെറ്റ് കൊടുക്കുന്നത് 1.5%, 1.5% ഉള്ളൂ വരെ പണിക്കൂലി വരുന്നത്. ഒരു വെഡ്ഡിങ് സെറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഏത് മോഡലായാലും, ഇനിയിപ്പം ഹാൻഡിക്കിൽ അതുപോലെ കൊൽക്കത്ത, ബംഗാൾ അങ്ങനത്തെ ഒക്കെ മോഡലുണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ കൂലി നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണം. പക്ഷേ ഇവിടെ വരുന്നത് 1.5% ആണ്. അപ്പോൾ ഈ വെഡ്ഡിങ് പർച്ചേസിനൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നക്ഷത്രയിൽ വരാം. അത്രയും പെർസെൻറ്റേജ് കുറവാണ്, പണിക്കൂലി കുറവിലാണ് ഇവർ കൊടുക്കുന്നത് വെഡ്ഡിങ് സെറ്റ്. ഹാൻഡിക്കാണ് സ്വർണ്ണം തന്നെ അല്ല? അപ്പോൾ ഇതിനൊക്കെ മേക്കിംഗ് ചാർജ് എത്ര വരിക? ആ ഹാൻഡിക്കിലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയില്ലേ ഈ ഒരു ബാങ്കിലൊക്കെയാണ്. വെറൈറ്റി മോഡലാട്ടോ ഒരു ഹാൻഡിക്കിൻ്റെ വരുന്നത്. ഞാൻ പിന്നെ ഓവറായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അവരെ ചാനലിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ റീലായിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവറായിട്ട് അതന്നെ എടുത്തിട്ട് നമ്മൾ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഓവറായിട്ട് ഇങ്ങനെയുള്ള ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സെക്ഷനിലെ വീഡിയോസ് മാത്രമേ ബാംഗിൾസിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാത്തിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി മോഡൽസിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജ്വല്ലറി ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാതെ പോകാൻ പറ്റില്ല, കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതാണ് കേട്ടോ എടുത്തു വെച്ചത്. അതൊരു പവനാട്ടോ ആ കാണുന്നത്. മറ്റേത് 1.25 ആ ഒരു മോഡൽ ഷേപ്പായിട്ട് വരുന്നത്, ഒരു വർക്കായിട്ട് അത് വരുന്നത് 1.25. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അത് എടുക്കാമെന്ന്, അല്ലെങ്കിൽ പിന്നെ 1 പവൻ്റെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതൊന്ന് നോക്കിയിട്ടോ, ഇത് വരുന്നത് 2 പവനോ 1.25 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് വരുന്നത് കറക്റ്റ് 1.25 കേട്ടോ വെയിറ്റ്. ഞാൻ പിന്നെ ബാങ്കിൽ കൊടുത്തിട്ട് മാറ്റി എടുക്കല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു 1/2 പവനോ 1/4 പവനോ അതിൻ്റെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കുക, കൂലിയായിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിലെ എൻ്റെ ഉമ്മ പറയുന്നുണ്ട് അത് മാറ്റണോ, ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 2 പവനാണ്. ഞാൻ കാണിച്ചിരുന്ന ആ ഒരു ബാംഗിൾസിൻ്റെ വെയിറ്റ് വരുന്നത് 2 പവനാണ്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വർക്കും കാണാൻ കേട്ടോ. അതാണ് പറഞ്ഞത്, വെഡ്ഡിങ്ങിനൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നിട്ട് വെഡ്ഡിങ് സെറ്റ് എടുക്കുക, കാരണം 1.5% നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും. സാധാരണക്കാർക്ക് അത്രയും കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാങ്കിൽ വാങ്ങാൻ വന്നതാണ്. അങ്ങനെ എൻ്റെ ഉമ്മ സമ്മതിച്ചില്ല കേട്ടോ. ഉമ്മ പറഞ്ഞാൽ അതിപ്പോൾ മാറ്റണ്ട. പിന്നെ അവരും പറഞ്ഞു ഇപ്പോൾ അത് ചേഞ്ച് ചെയ്യണ്ട, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ പോരെ എന്നുള്ള ആ ഒരു ഇതിൽ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ മതി, ഓക്കെ നമുക്ക് സമ്മതമില്ലാതെ ഇപ്പം ഞാനത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അത് യൂസ് ചെയ്യില്ല ആ ബാങ്കിൽ, അതങ്ങനെ വെക്കുക എന്നല്ലാതെ അങ്ങനെ അതവിടെ വെച്ച് ഈ ഒരു സ്റ്റഡ് എടുത്തിട്ടോ. അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സ്റ്റഡ് ഓരോരുത്തെടുത്ത് 1/4 പവനോ 250 മില്ലി എന്തോ കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലിങ് ചെയ്യാൻ പോയിട്ടോ. ഇത് 60,000 രൂപയാണ് ഒരു പവന്. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് 19 സംതിങ് ആണ് ബില്ല് എമൗണ്ട് വന്നത്. 19,000 കറക്റ്റ് എമൗണ്ട് എടുത്തത് കേട്ടോ. ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിവിടെ നക്ഷത്ര ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അവർ ക്യാമറയിലൊക്കെ എടുക്കുന്നത്, അതുപോലെ വോയിസ് കൊടുക്കുന്നത് ഈ ഒരു മൈക്കിലാണ്. അവർ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഞാനെങ്ങനെ വോയിസ് കൊടുക്കുന്നതെന്നൊക്കെയാണ്. മൈക്കിലല്ല ഞാൻ വോയിസ് ഒന്നും കൊടുക്കുന്നത്, സാധാ ഫോണിൻ്റെ സ്പീക്കർ വെച്ചിട്ടാണ് വോയിസ് കൊടുക്കാറ്. അതുപോലെ ഫോൺ ക്യാമറയിലാണ് വീഡിയോ എടുക്കാറും എഡിറ്റ് ചെയ്യാറും ഒക്കെ. എനിക്ക് അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവർ ഈ ഒരു മൈക്ക് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. 10,000 10,000 രൂപ ആയി. ഞാൻ വിചാരിച്ചിന് വാങ്ങിക്കണം, ഇൻഷാ അല്ലാഹ് പിന്നെ വാങ്ങിക്കാം. കാലിക്കറ്റ് നക്ഷത്ര എന്നാണ് നമ്മുടെ ഓണറിൻ്റെ ഷംനാഥൻ്റെ അതേ പേരുള്ള ഒരു ഷംനാഥയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഷംനാഥ് പർച്ചേസ് ചെയ്ത് നമ്മളെ അടിപൊളി സ്റ്റെഡാണ് പർച്ചേസ് ചെയ്തത്. അവർക്ക് മോഡലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കുറച്ച് മുന്നേ വരാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറച്ച് വൈകി പോയി, എന്നാലും കുഴപ്പമില്ല. ഇതൊരു സാധാരണക്കാർ ജ്വല്ലറിയാണ്. സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അടിപൊളി സ്പോട്ടാണ് കാലിക്കറ്റ് നക്ഷത്ര. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ വെഡ്ഡിങ് പർച്ചേസ് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് 1.5% പണിക്കൂലി കുറവിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും.
ഇവിടുത്തെ സ്റ്റാഫുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ ജ്വല്ലറി സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് സപ്പോർട്ടായിട്ടുണ്ട്. ഇവിടുത്തെ കസ്റ്റമറെ ഹാപ്പി ആക്കിയിട്ടേ അവർ വിടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലുലുന്ന് ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊരു പർച്ചേസിങ് ഉണ്ട്. അവിടെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഓഫർ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഇനി ജസ്റ്റ് ഇവിടെ ഓഫർ നോക്കണം. ഈ ഓഫർ നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് ഓഫർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും പർച്ചേസിങ് ഇല്ല. ജസ്റ്റ് ഇങ്ങനെ 7up, പെപ്സി അതിൻ്റെയൊക്കെ ഒരു ഓഫേഴ്സ് ഉണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പോയത് പ്ലേറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിന്. ഇങ്ങനെ സാധാ നമ്മളെ വൈറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റ് നമുക്ക് സാധാ ഫുഡ് കഴിക്കുന്ന ആ ഒരു വലിയ പ്ലേറ്റ് ഞങ്ങളെടുത്തുണ്ട്. പക്ഷേ അതിൻ്റെ ചെറുതുണ്ടാവുമല്ലോ, ചെറിയത്, അത് ഞങ്ങളെടുത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 6 പീസ് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടോ. ഓഫറിൽ പ്രൈസാണ്. അപ്പോൾ ഞങ്ങൾ ഓഫറിൽ അങ്ങനെ 6 പീസ് പ്ലേറ്റ് വാങ്ങിച്ച്. പിന്നെ ഷാനൂസിന് ഇങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട്, കിറ്റ്, ഇങ്ങനെ പെൻസില്, കളറ്, ക്രയോണ്, അതിൻ്റെയൊക്കെ ഓരോ കിറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. ഇതിന് ഓഫർ പ്രൈസ് വരുന്നത് ഈ ഒരു കിറ്റിന് 119 അത്രയും ഓഫർ പ്രൈസിലാണ്. പിന്നെ അതുപോലെ 89 രൂപേൻ്റെ കിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിന് അങ്ങനെ കൂടുതൽ കാണുമ്പോൾ അവനത് വേസ്റ്റ് ആക്കി കളയും. അപ്പോൾ പിന്നെ അത് കേട് വരുത്തും. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിക്കുക, അതല്ല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണല്ലോ. ഇതിനൊക്കെ ഓഫർ വരുന്നുണ്ട്. ഈ 7up, പെപ്സി, ഇത് ഏത് നമ്മൾ 1 ലിറ്ററാണ് വരുന്നത്. അതിൽ ഏത് നമ്മൾ എടുത്താലും 45 രൂപ, 45 ആണ് കേട്ടോ വരുന്നത്. ഓഫർ പ്രൈസ് ആയതുകൊണ്ട് 1 ലിറ്ററിൻ്റെ 7upൻ്റെ ഈ ഒരു ബോട്ടിലും അതുപോലെ ജ്യൂസിൻ്റെ ഒരു ബോട്ടിലും എടുത്തിട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ഈ റൊട്ടി വാങ്ങിക്കാൻ പോയേ. ഇവിടുത്തെ ഈ റൊട്ടിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വരുന്നത് 30 രൂപയാണ് ഒരു പാക്കറ്റിന് വരുന്നത്. അങ്ങനെ നമ്മൾ 2 പാക്കറ്റ് അങ്ങനെ റൊട്ടീൻ്റെ പാക്കറ്റ് വാങ്ങിച്ച്. ഇത് ഹലുവൻ്റെ ഒക്കെ സെക്ഷനാണ്. എൻ്റെ ഉമ്മക്ക് ഹലുവ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ വാങ്ങിക്കാൻ സമ്മതിക്കാറില്ല, കാരണം നല്ല ഷുഗറാണ്. എനിക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ, ഈ കുനാഫൻ്റെ ഈ ഒരു ഐറ്റംസൊക്കെ ആണ്. അറബിക് സ്വീറ്റ്സ് ആണ്. ഇതിന് ഓഫർ വരുന്നുണ്ട് 249. അത് നമ്മൾ ഇവിടുന്ന് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാർസലാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക കേട്ടോ. ഇത് പിന്നെ ഡോണറ്റിൻ്റെ ഒരു സെക്ഷനാണ്. ഒരുപാട് ഡോണറ്റിൻ്റെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി മോഡൽസിലൊക്കെ ആയിട്ട് വരുന്ന. ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, വാങ്ങിച്ചു നോക്കിയിട്ടില്ല. കേക്ക് ഞാൻ ഈ ഷാനൂസിന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കേക്കിൻ്റെ ഈ കട്ട് പീസോ അല്ലെങ്കിൽ മറ്റേ ബോക്സിലുള്ളതോ വാങ്ങിക്കുക, ഏതെങ്കിലും ഒന്ന് കേട്ടോ, ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നോക്കുന്നതാണ്. അതെല്ലാം ഫുൾ പീസാണെങ്കിൽ അങ്ങനെയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നെസ്റ്റോല് ഓഫറുള്ള പോലെയല്ല. നെസ്റ്റോലേക്കാളും നല്ല ഈ ഡ്രീം കേക്കിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. നെസ്റ്റോലൊക്കെ ഡ്രീം കേക്കിന് വരുന്നത് 199 അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇവിടെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഡ്രീം കേക്കൊന്നും വാങ്ങിച്ചില്ല, അതൊക്കെ നല്ല പ്രൈസാണ് കേട്ടോ. ഈ ഒരു ബോക്സിൽ വരുന്ന ഈ ഒരു കേക്ക് വാങ്ങിച്ച് ഇതിന് 55 രൂപയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഷാൻസിനെ ഇത് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ആ ഒരു പീസ് എടുത്ത്. പിന്നെ ഇങ്ങനെ പീസായിട്ടുള്ള കേക്കും വരുന്നുണ്ട്. അതിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. നെസ്റ്റോല പോലെയല്ല, നെസ്റ്റോലേക്കാളും പ്രൈസ് ഒന്നുകൂടി കൂടുതലാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇത് നമ്മൾ പിസ്സ ഉണ്ടാക്കുമല്ലോ, പിസ്സ ഉണ്ടാക്കുന്ന ഒരു പത്തിരിയാണ്. ജസ്റ്റ് അതിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, മസാലയും കാര്യങ്ങളൊക്കെ. അത്ര പണിയുള്ളൂ അത് വാങ്ങിച്ചാൽ. പിന്നെ ഇത് സ്നാക്സ് ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഈ ഉള്ളിവട, പഴംപൊരിയൊക്കെ അല്ലേ, അതിൻ്റെ ഓരോരോ പീസുകളൊക്കെ അങ്ങനെ 2-3-4 പീസ് അങ്ങനെ അത് വാങ്ങിച്ച്. നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. 2:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് ബിരിയാണി, ഫ്രൈഡ് റൈസ്, മന്തി, അതിൻ്റെയൊക്കെ ഓരോ റൈസും അതുപോലെ ബീഫ് ബിരിയാണി, തലശ്ശേരി ബിരിയാണി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് വാങ്ങിക്കുന്നത് റിസ്ക്കാണ്, കാരണം നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല വില ഉണ്ട് അവിടുത്തെ ഫുഡിന്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് 220 വരുന്നത് ചിക്കൻ നഗറ്റ്സിൻ്റെ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിച്ച് 99 വരുന്നത്. ഓഫർ പ്രൈസാണ്. ഫ്രഞ്ച് ഫ്രൈസ്. ഇത് സ്നാക്സിന് ഷാൻസിന് ഞാൻ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കൊടുത്തയക്കാറ്. പക്ഷേ എന്നും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അവന് മടുക്കൂട്ടോ. അപ്പോൾ ഞാൻ ഒരു ആഴ്ചയിൽ ഞാൻ 1-2 തവണ ഇങ്ങനെയൊക്കെ സ്നാക്സ് ഐറ്റംസ് ഫ്രൈ ചെയ്തത് അങ്ങനെ കൊടുത്തയക്കും. കാരണം ഒരു മടുപ്പ് തോന്നുമല്ലോ എന്നും ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് ഓഫർ വരുന്നുണ്ട്. ഓഫർ പ്രൈസാണ് വരുന്നത് 80 രൂപ, 75 രൂപയ്ക്കാണ് ഈ ഓരോ പാക്കറ്റിന് വരുന്നത്. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും വാങ്ങിച്ച്. അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ ബില്ല് ചെയ്യാൻ പോകണം കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മൾ പർച്ചേസിങ്, വലിയ പർച്ചേസിങ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതാ ബില്ലിംഗ് സെക്ഷനാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, ക്യൂ ഒന്നുമില്ല. അങ്ങനെ ജസ്റ്റ് നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്ത്
ഇവിടെ മാക്സിൽ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒന്ന് കയറി. ലുലുവിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഒരു മാക്സ് ഷോപ്പ് വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ കയറുന്നത്. ഇതിവിടെ ഓപ്പൺ ആയിട്ട് ഒരുപാട് ടൈം ആയിട്ടില്ല, 1 മന്ത് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അങ്ങനെ ഷാനൂസിന് ജസ്റ്റ് ടീഷർട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. 199 ആണ് വരുന്നത്. ഇത് ഗേൾസിൻ്റെ ഒരു സെക്ഷനാണ്. ഏതെടുത്താലും 199 ആണ് വരുന്നത്. അങ്ങനെ ഞാൻ അവന് ടീഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. വല്ലാതെ പർച്ചേസിങ് ഒന്നുമില്ല, വെറും ടീഷർട്ട് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ അവന് ടീഷർട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ 1-2 തവണ നമ്മൾ പുറത്ത് പോകുമ്പം അത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് വീട്ടിൽ നിന്ന് ഡെയിലി യൂസിനാണ് അങ്ങനെ യൂസ് ചെയ്യുക ടീഷർട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. കാരണം വലിയ വിലൻ്റെതല്ലല്ലോ, 199 രൂപ 179 രൂപ അങ്ങനെയൊക്കെയാണ് ടീഷർട്ടിന് പ്രൈസ് വരുന്നത്. പിന്നെ 5 സ്ലീവ് അല്ല, ഹാഫ് സ്ലീവാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാനെടുക്കും. 1-2 തവണ പുറത്തേക്ക് പോകുമ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഡെയിലി യൂസിനായിട്ട് അങ്ങനെ എടുക്കാറാണ് കേട്ടോ ടീഷർട്ട്. അപ്പോൾ അങ്ങനെ ടീഷർട്ട് 2-3-4 എണ്ണം പർച്ചേസ് ചെയ്ത് അതിന് വരുന്നത് 199 രൂപയാണ് ഒന്നിന് വരുന്നത്. അങ്ങനെ 2-3-4 എണ്ണം ഞാൻ അങ്ങനെ എടുത്ത് വീട്ടിൽ നിന്നൊക്കെ ഇടാലോ അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. ഒരുപാട് ടോപ്പിന് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തില്ല, അവന് ടീഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ബില്ല് ചെയ്തിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ മാങ്കാവ് തന്നെ വരുന്ന ലുലു മോളിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വരുന്ന കോഴിക്കോടൻ കല്യാണ വീട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞില്ല ഈ ഒരു ഹോട്ടൽ കണ്ടേ. കോഴിക്കോടൻ കല്യാണ ബിരിയാണി. ഇവിടെ തേങ്ങാച്ചോറ്, ചട്ടിച്ചോറ്, അതുപോലെ നാടൻ ഊണ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കല്യാണ വീട്ടിലെ ബിരിയാണിന്ന് സ്പെഷ്യലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതന്നെ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ ഞാനും ഉമ്മയുണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് വലിയ ടേസ്റ്റൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ. അരീക്കാടുണ്ട് ഒരു ബിരിയാണി സെൻറ്റർ, ചെറിയൊരു കടയാണ്, പക്ഷെ അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്, അതുപോലെ ബീഫ് ബിരിയാണി ഉണ്ട്. 110 അവിടെ പ്രൈസ് വരുന്നത് കേട്ടോ ബിരിയാണിക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. അരീക്കാടാണ് ലൊക്കേഷൻ വരുന്നത്. ഇൻഷാല്ലാ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണിക്ക് അത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. ഇവിടുത്തെ ബിരിയാണിക്ക് വരുന്നത് 130-140 ആണ് കേട്ടോ ഈ ഒരു ബിരിയാണീൻ്റെ എമൗണ്ട് പ്രൈസ് വരുന്നത്. മറ്റേ 110 ആയിരിക്കും അടുത്തത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അത് ബീഫായാലും ചിക്കൻ ആയാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഈ ഒരു സ്നാക്സ് ഐറ്റംസ് ഇത് ലുലുന്ന് വാങ്ങിച്ചതാണ്. സാധാരണ നമ്മളെ ചായക്കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതിന്. സ്നാക്സിന് ഒന്നിന് 20 രൂപ വരുന്നുണ്ട്. ചാൻസിൻ്റെ ഐസ്ക്രീം ആണെങ്കിൽ അലിഞ്ഞ് ഒന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അവൻ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച കമ്മൽ. വലിയ മോഡലൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് സിൽവർ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.